ഹായ് ഗൈസ്, എല്ലാവർക്കും ഓഡിറ്റോറിയോ ഗെയിമിങ്ങിന്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് ആണ് കളിക്കാൻ പോകുന്നത്. പക്ഷേ ചെറിയൊരു വെറൈറ്റി ഉണ്ട്. ഹൊറർ മോഡ്, മൈൻക്രാഫ്റ്റിലെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഹൊറർ മോഡ് എന്ന് അറിയപ്പെടുന്നത് സൈലൻസ് എന്ന് പറയുന്ന ഹൊറർ മോഡാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ കൊല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഈ മോഡിനെ കുറിച്ച് അധികമൊന്നും അറിയാൻ പാടില്ല. ഇതിനകത്ത് അത് വന്ന് അതിനകത്ത് പ്രേതം ഒരു സാധനമൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. അത് വന്നാൽ ഓടണം, അത്ര എനിക്കറിയാവുള്ളൂ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടായിരിക്കും, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനൊരു 10 ലൈക്ക് കിട്ടുമ്പോൾ നമ്മൾ അടുത്ത പാട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ നന്നായിട്ട് പേടിക്കുന്ന ആളാണ്. എനിക്ക് ഹൊറർ ഗെയിം കളിച്ചധികം ശീലമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ അങ്ങനെ കേരളത്തിൽ ആരും ചെയ്യണം കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. വേൾഡിന്റെ പേര് സൈലൻസ് എന്ന് കൊടുക്കാം. സർവൈവലാണ് ചീറ്റൊന്നും ഓൺ ചെയ്യുന്നില്ല. ലെറ്റ്സ് ക്രിയേറ്റ് ദ വേൾഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡിന് ലിങ്ക് ഞാൻ അടുത്ത വീഡിയോയുടെ വല്ലതും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, എന്താണ് തുടങ്ങിയപ്പോ തന്നെ രാത്രി? Well, the truth is that there's not much to explain. Ah. If you don't want problems, hunker down when everything gets dark, and I don't mean at night. This is literal. And if you ignore it, be prepared for unforeseen consequences, and you may not notice it at first. Also, be careful with water. Nothing bad will happen, but be careful. Good luck. ഒരു മിനിറ്റ്, ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല. പുള്ളി പറഞ്ഞ അധികം ഒച്ചയെടുക്കരുതെന്നാണ്ടൊക്കെയാ പറഞ്ഞത്. അതിന്റെ മേളിൽ കൊണ്ട് തന്നെ ഫോൺ ചെയ്തു കേട്ടോ. എല്ലാം മൈൻക്രാഫ്റ്റിലെയും പോലെ വുഡ് മുറിച്ച് തന്നെ തുടങ്ങാം. ഒക്കെ കേൾക്കണുണ്ട്. ആണെങ്കിൽ എന്തോ പോലെ ഒന്നും മൾട്ടിപ്ലെയർ വല്ലതും കളിച്ചാൽ മതിയായിരുന്നു. നമ്മൾ ചത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചാകും, ഉറപ്പാണ്. ഞാൻ മൈൻക്രാഫ്റ്റ് സത്യം പറഞ്ഞാൽ കളിച്ചിട്ട് കുറെ നാളായി. ഇപ്പൊ കുറച്ചാളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കളിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ലാതെ പണ്ടത്തെ പോലെ ഒന്നും കളിക്കാൻ അറിയാൻ പാടില്ല. ക്രാഫ്റ്റിംഗ് ടേബിള് ഒരു ഐഡിയ ഉണ്ട്. ഞാനിവിടുന്ന് വിടുക. ഇതൊരുമാതിരി വൃത്തിയായിട്ട സ്ഥലം. ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് വിടുക ഇവിടുന്ന്. എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി ഒരു പ്രയത്തിന്റെ വൈബ് കാട്ടിക്കൊണ്ട് തന്നെ ഫോൺ ചെയ്തു. അല്ലാത്തപ്പോ ഞാൻ ഏത് വേൾഡ് തുടങ്ങിയാലും എന്നെ കൊണ്ട് ഫോൺ ചെയ്യണം ഇവിടെയാണ്. പ്ലെയിൻസിലല്ലെങ്കിൽ സവാനയിലൊക്കെയാണ്. ഇതൊരുമാതിരി റൂഫ് ഫോറസ്റ്റ്, ഒരുമാതിരി ഉള്ള സ്ഥലമാണ്. സൗണ്ടിന് പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എന്റെ മൈക്ക് അത്ര ശരിയല്ല. പിന്നെ വീഡിയോ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ മോഡ് ഇട്ടായിരുന്ന എന്നാണ് എന്റെ ഓർമ്മ. ആണെങ്കിൽ ഒക്കെ ഷിപ്പറക്ക് അവിടെ പോയാൽ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എനിക്കാണെങ്കിൽ കാട് കണ്ടിട്ട് എന്തോ പോലെ തോന്നും. ഞാൻ ചാവൂന്ന് ഉറപ്പാണ്. അതൊക്കെ ഒന്നുമില്ല. എനിക്ക് തന്നെ ഉറപ്പാണ്. ഒരു പ്രാവശ്യം ഞാൻ ചാവിരിക്കൂല. അപ്പൊ നമുക്ക് എന്തായാലും പറഞ്ഞ പോലെ രാത്രിയാണെങ്കിൽ ഒരു ബേസ് സെറ്റ് ആക്കിയില്ലെങ്കിൽ പെടുന്നത് ഉറപ്പാണ്. ബെഡ് സെറ്റ് ആക്കാൻ ഒരു ഷീപ്പ് പോലും ഉണ്ട്. എന്ത് കഷ്ടമാണ്. ഞാൻ ദൂരം പൊട്ടിക്കണമെന്ന് അറിയാവും. മണ്ണിൽ കൊണ്ട് പോണം. എങ്കിൽ ഇതിന്റെ ഇത് വല്ലതും മാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ വന്നാ മതിയോ? അതോ കുറച്ച് വുഡ് മുറിച്ചിട്ട് ഇവിടെ തന്നെ തൽക്കാലം ഒരു സ്റ്റാർട്ടർ ബേസ് സെറ്റ് ചെയ്യുവാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണം. ഞാൻ പിക്കാക്സ് ഇപ്പൊ തൽക്കാലം ഉണ്ടാക്കണില്ല. ഒരു ബേസ് മുഖ്യം. ഞാൻ മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്യട്ടെ. മ്യൂസിക്കിന്റെ ആവശ്യമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഈ മോഡിനകത്ത്. ആവശ്യമുണ്ടെങ്കിലും കുഴപ്പമില്ല. അത്രയും പേടിക്ക് കുറവില്ല. ഒരു വില്ലേജറിന്റെ ഒറ്റ എനിക്കാണെങ്കിൽ പേടിയാണ്. രാത്രിയാണെങ്കിലും ഒരു ബേസ് സെറ്റ് ആക്കണം. അതിന് നോക്കണം നമ്മളെ. ഇതിന്റെ ഒരു 2 സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ തന്നെ വിചാരിച്ച് വേണ്ടത്. പിന്നെ ഫസ്റ്റ് വീഡിയോ അല്ലേ, ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് മതിയാവൂലേ? എവിടെ സെറ്റ് ചെയ്യാനാണോ ബേസ്? കാട്ടിലെന്തായാലും ഞാനില്ല. 28 വുഡ് മതിയാവും.
ഞാൻ ഡിസൈനിലൊന്നും പോണില്ല സത്യം പറഞ്ഞ എന്നെക്കൊന്നും വയ്യ. ഉം. എനിക്ക് സാധാ മൈൻക്രാഫ്റ്റിൽ രാത്രി പുറത്തിറങ്ങാൻ പേടിയാണ്. പിന്നെയാണ് ഈ മോഡ് ഞാൻ കളിക്കാൻ പോണത്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ വല്ല സെറ്റാക്കാം. ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു 10K ലൈക്ക് അല്ല 10K അല്ല, അയ്യോ 10 ലൈക്ക് കിട്ടുവാണെങ്കിൽ അടുത്ത പാട്ട് അപ്ലോഡ് ചെയ്യാം. Guys, ഞാൻ എന്നാലും നിങ്ങളെ ഈ വീഡിയോ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ വല്ല ടൈം ലാപ്സ് ഇടാം. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through ഞാൻ ഇന്നെ പുറത്തിറങ്ങും. സെറ്റാക്കി ഈ സാധനം ഞാൻ ചിലപ്പോൾ എടുത്ത് കളഞ്ഞ അതിൽ പുറത്ത് വല്ലതൊക്കെ കാണണ്ടേ, അതിന് വേണ്ടി അത് ചെയ്ത്. വാതിൽ വേണം, പിന്നെ ഒരു ടെസ്റ്റിന്റെ ആവശ്യമില്ല, സ്ലാബ് വേണം, തികഞ്ഞാ മതി. വെച്ചിട്ടില്ല. ആകെ ഞാൻ കളിച്ചേക്കണ ഹൊറർ ഗെയിം ഔട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ റെസിഡന്റ് ഈവിൾ 8 കളിച്ചിട്ടുണ്ട്. അതും കുറച്ച് കളിച്ചിട്ടുള്ളൂ, കളിക്കാൻ കിടക്കണത്. അതിന്റെയൊക്കെ വീഡിയോ ആണ് നൈസ്. എന്റെ പി സി അത്ര നൈസ് അല്ല, അതുകൊണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അതൊക്കെ വർക്കാവുന്ന ഒരു സംശയമാണ്. ഫുഡ് സെറ്റായാൽ മതിയായിരുന്നു. മിക്കവാറും രാത്രിയാവും, വെളിച്ചമൊക്കെ മറച്ചു തുടങ്ങി. ഈ മോഡിനകത്താണെങ്കിൽ ഒരുമാതിരി ചേട്ടായി സംഭവം. അയ്യോ എന്നെ കൊണ്ട് മേലെ പേടിക്കാം. അയ്യോ ക്രാഫ്റ്റിംഗ് ടേബിൾ പുറത്ത് വെച്ചിട്ടാകുമ്പോ ക്രാഫ്റ്റിംഗ് ടേബിള് ഒരു ആപ്പിള് കിട്ടിയേ. ഫുഡ് പണിയാണല്ലോ. അവിടെ ഇഷ്ടംപോലെ ഷീപ്പ് ഉണ്ട്, വേണേ ഇപ്പൊ കൊന്നിട്ട് വരാം. അതിനൊക്കെ മോഡിലെ പ്രേതം പിടിച്ച സാധനം വരരുത്. എന്തുവാണ് അതിന്റെ പേര്? അയ്യോ പേര് ഞാൻ മറന്നു. സൈലൻസ്. അയ്യോ ഗൈസ് രാത്രിയായി തുടങ്ങി. വേറെ ഞാൻ മോഡ് കയറ്റിയത് കളിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അതിനകത്താണെങ്കിൽ ഒരുമാതിരി ടെക്സ്ചർ പാക്ക് അതൊക്കെ ഇട്ടിട്ട് മനുഷ്യന് പേടിയാണ്. പിന്നെ ഒരുമാതിരി 3D സൗണ്ട് ഒക്കെ. നിങ്ങൾ കമന്റ് ചെയ്യും, നമുക്ക് ഇത് കുറച്ച് കളിച്ചിട്ട് മതിയാകുമ്പോഴേക്കും അത് കളിക്കുക. അതിന് പേടിക്കണ്ട, ബെഡ് സെറ്റായി. പിന്നെ ഞാൻ കേട്ടത് ശരിയാത് ഏത് മോഡാന്നേ ഓർക്കുന്നുള്ളൂ. ഇതിനെങ്ങാണ്ടുമാണ് ഉറങ്ങുമ്പോ നൈറ്റ് മെയറിൽ വന്ന് നിങ്ങളെ ഇരിക്കണൊക്കെ. 46 മതിയാവും. ഞാൻ എന്തായാലും അയ്യോ റിസ്ക് എടുക്കാനുള്ള ഫസ്റ്റ് നൈറ്റ് തന്നെ ഒരു അത്യാവശ്യം ആർമറൊക്കെ സെറ്റ് ആയിട്ട് എക്സ്പ്ലോറിങ് പോലെയൊക്കെ പോകാനാണ് പ്ലാൻ. അത് തൽക്കാലം ഈ കൂട്ടിനകത്ത് തന്നെ ഇരിക്കാം. എനിക്കറിയാം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും ഹൊറർ മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നടന്ന് കാണിക്കുമ്പോ. അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റ് ഉറങ്ങിയിട്ട് നെക്സ്റ്റ് നൈറ്റ് നമുക്ക് വേണമെങ്കിൽ ബേസിനകത്ത് തന്നെ ഇരുന്ന് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം മോഡ്. ഞാൻ ഐ സ്ലീപ്പ്. ആപ്പിളുള്ളതുകൊണ്ട് നന്നായി. കേട്ടായിരുന്നു പൊന്ന് ഭഗവാനെ. ഞാനിവിടെ ഇട്ടല്ലേ, ഞാനിവിടെ വരെ അങ്ങനെ പറയിക്കോളാം. പൊന്ന് എന്താ
എനിക്കാണെങ്കിൽ കുളിരും ഉറങ്ങ്. ഏ? ഏ? ഓ, അയ്യോ. ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് ഉറങ്ങാൻ. അയ്യോ, എന്റെ പൊന്നേ, എന്ത് സാധനം അത്? അത് ജീവൻ പോയി. എനിക്ക് തലയൊക്കെ തോന്നുന്നത്. അയ്യോ, എന്താണ് തല പെരുത്ത് കാണിച്ചു. എന്ത് കോണാണത്? അയ്യോ, ആരുമില്ലല്ലോ. എന്റെ പൊന്നെ, തുള്ളിപ്പോയ മനുഷ്യൻ. എന്റെ പൊന്നെ, ഞാൻ വിചാരിച്ച ചത്തന്നേ. എന്റെ തലയുടെ പുറകിൽ ഇപ്പോഴും അതുപോലെ വന്നു ഒരുമാതിരി. കഴിഞ്ഞ പിടിക്കരുത്. ആരെങ്കിലും ഉണ്ടോ? ആരാണ്? ഫുഡാണത്? അത് ബ്രത്ത് ഫുഡ്. ഓ മൈ ഗോഡ്, എന്റെ പൊന്നെ, സംതിങ് ഈസ് ഹിയർ ഗൈസ്. എന്റെ പൊന്നു ഭഗവാനെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഹൊറർ ഗെയിം കളിച്ചിട്ട് ഇത്ര ഞാൻ പേടിച്ചിട്ടില്ല. അയ്യോ, ഇവിടെ എന്താണ്ട് ഉണ്ടാക്കാനും. എത്ര സ്ലാബ് ഉണ്ടാക്കാൻ പറ്റും? മുഴുവൻ സ്ലാബ് ഉണ്ടാക്കും. അടയ്ക്കാം. അതിനകത്ത് നിന്ന് ആരും ഇങ്ങോട്ട് കയറി വരും. ഞാൻ നിർത്തി കേട്ടാ, എനിക്ക് മതിയായി. കുറെ ദിവസത്തേക്കുള്ള ഞാൻ പേടിച്ചിട്ടുണ്ട്. പേടിയാ. എന്റെ പൊന്നെ, കേട്ടാ പോണു. കേട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് റീച്ച് കിട്ടുമെന്ന് പറഞ്ഞ് കയറ്റിയതാണേ. അയ്യോ, അപ്പോ പിടിച്ച് ഞാനത് കൊല്ലട്ടെ. എന്തുകൊണ്ട് അണ്ണ അതെന്ത് സാധനം? ഇതാണെങ്കിൽ ഒരു ഊള സ്ഥലം. ഓ, ഉറങ്ങണ്ടായിരുന്നു. ഇതൊന്നും അല്ലെന്ന് തോന്നുന്നു. ഇനി ഇതിനകത്ത് കണ്ടോ കിടപ്പുണ്ടേ. ഞാനാ ബെഡ് എടുത്തോണ്ട് വിടും. ഇതൊരു വൃത്തിയായിട്ട് സ്ഥലമാണ്. ഇത് മുഴുവൻ പറയാതെ. അയ്യോ, എന്താണ്? ഓ ഓ, ഇത് സംഭവം എന്താണെന്നറിയാമോ? സാധനം എനിക്ക് മനസ്സിലായി. ഇതിനകത്ത് വാതിൽ തുറക്കുമ്പോ സീനാവുന്നവരെന്നോട് നമ്മളോട് പറഞ്ഞായിരുന്നു അവര് തുടക്കത്തിൽ തോന്നുന്നു. എന്റെ പൊന്നെ, കൊടുക്കോ. എന്റെ കൈ വിറയ്ക്കും. ഉള്ളി വിചാരിക്കാത്ത സമയത്താണ് സാധനമൊക്കെ വന്നത്. ഞാൻ ഇവിടുന്ന് പോണേ വല്ല വില്ലേജിലും പോവാൻ കഴിയും നമുക്ക്. പൊന്നെ, അതിന്റെ ഇടയ്ക്ക് ജീവൻ പോയ മനുഷ്യന്റെ അത് രണ്ടാമത്തെ ഹൊറർ സീനായിരുന്നു. നിങ്ങൾ തന്നെ പറയുന്നത് ഇനി കളിക്കണം. അയ്യോ, ഇത് എന്തോ വെച്ചേക്കും. എന്താ ഞാനീ വില്ലേജ് കണ്ടിട്ടേ നിർത്തണുള്ളൂ. അത് ഉറപ്പാണ്. ഇതിനകത്ത് ഓ, എന്റെ പൊന്നെ, സീഡ് കൊള്ളാം കേട്ടോ. ഇടില്ല സീഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ ഇട്ടേക്കാം. ഫോണിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറുമ്പോ തന്നെ മഷ്റൂം ഐലൻഡ് ഒക്കെ ഇതിന്റെ കോഡ്സ് എടുത്ത് വെച്ചേക്കാം. ഇവിടെ ആകുമ്പോ മോപ്സ് സ്പോൺ ആവില്ല. ഇവിടെ വല്ലതും താമസിക്കായിരുന്നു. പക്ഷെ ഇവിടെ മരമില്ല. അതാ ഷോ. ഓ, നൈസ് കേട്ടോ. അതിന്റെ ഇടയിൽ നഷ്ടിയാവും. കൊള്ളാം. എനിക്ക് കരയെ കയറാൻ പേടി ഇപ്പൊ സത്യം പറഞ്ഞാൽ. ഇതിലെ സൗണ്ട് എഫക്റ്റ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് പിന്നെ കേൾക്കണത് എന്താണ്? എനിക്കാണെങ്കിൽ ആ ബേസിന് താമസിക്കാനും തോന്നുന്നില്ല. അതാണ് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ നമുക്ക് ഡോറിന് പകരം വേറെ എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. അവിടെ എന്തോ ഉണ്ടല്ലേ. ഇത് മുഴുവൻ മരമാണ്. ഇതെന്താണ്? ഇഷ്ടംപോലെ മഷ്റൂം ഐലൻഡ്.
സീഡ് കൊള്ളാൻ കേട്ടാ, നൈസ് സീഡ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടെ തന്നെ താമസിക്കാന്ന് ഇത് തോന്നുന്നു. പൈസ എന്തായി അമ്മേ, ഞാൻ പോണു. അയ്യോ, മറ്റവൻ പറഞ്ഞില്ലായിരുന്ന രാത്രി അല്ല രാവിലെ ഇരുട്ടാവും. അമ്മേ, എന്താണ്? ആയ്. ഓ, ഞാൻ എങ്ങോട്ടോ പോണുണ്ട്. ഓ, മാറി. എന്താണത്? അതാണ് ചുണ്ടായിരുന്നു. എന്റെ പൊന്നെ, എനിക്കപ്പോ എന്തായാലും ഇന്നത്തെ വീഡിയോത്തേക്ക് മതിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോ കമന്റ് ചെയ്യും, നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ എന്തായാലും ഞാൻ നിർത്തുവാണ്, എനിക്ക് മതിയായി. എന്തായാലും കേസ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഞാൻ ഈ ബോട്ടിൽ തന്നെ അങ്ങോട്ടും കുറച്ചും മാറ്റിയിട്ട് നിർത്താം. അപ്പൊ ഞാൻ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഞാൻ ഈ ബോട്ട് വെച്ച് തന്നെ നിർത്തുവാണ്. ബൈ ഗൈസ്, നമുക്ക് അടുത്ത എപ്പിസോഡിൽ പിടിക്കാം.